രാജകീയമായ ഒരു ഫിഷ് കറി ആണ് കിട്ടിയത്. അതൊന്ന് ശ്രദ്ധിക്കുക. തീ വളരെ കുറവ് മതി. അടിപൊളി സാധനം. ഹായ്, പാത്തൂസ് കിച്ചണിലെ ഇന്ന് ഒരു രാജകീയ വിഭവമാണ്. രാജകീയമായ ഒരു ഫിഷ് കറി, മുഗലായി ഫിഷ് കറി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മുഗലായി ഫിഷ് കറിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിമോദയാണ്. ഒരു എന്താ പറയുക, ഫ്രൈ ചെയ്യാൻ പറ്റിയ ടൈപ്പുള്ള പീസില്ലേ, അതായത് ഫിക്സഡ് ആയിട്ടുള്ള നല്ലൊരു പീസുകൾ നോക്കിയിട്ട് എടുത്തേക്കാണ്. അപ്പോൾ ഒരു മുഗൾ രാജവംശത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടാക്കുന്ന ടൈപ്പ് ഫിഷ് കറിയാണിത്. രാജകീയമായ റോയൽ ഫുഡ് എന്നൊക്കെ പറയില്ലേ, അതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല എന്താ പറയുക, നല്ല സ്മെല്ല്, സ്പൈസസ് ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ അതിനെന്തൊക്കെ വേണ്ടതെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഗ്രാമ്പൂ, ഒരു കഷ്ണം പട്ട, കുറച്ച് കുരുമുളക്, പെരിഞ്ചീരകം, പിന്നെ ബേ ലീഫ്, പിന്നെ ഏലക്ക, പിന്നെ വറ്റൽമുളക്. ഇത്രയും ഐറ്റംസ് കൂടുമ്പോഴത്തേക്കും അറിയാമല്ലോ, സ്വാഭാവികമായിട്ട് അത് വറുത്ത് പൊടിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തേക്കുന്നത് ഓഫ് കോഴ്സ് നമുക്കറിയാമല്ലോ, നമ്മളുടെ വെളുത്തുള്ളി, ഇഞ്ചി, സവാള, പച്ചമുളക്. പിന്നെ നമുക്ക് ഇത് എല്ലാം നമുക്ക് ഗ്രേവിക്ക് വേണ്ട ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ ഗ്രേവിയിലേക്ക് നമ്മൾ എക്സ്ട്രാ കുറച്ച് സാധനങ്ങളും കൂടെ എടുത്തിട്ടുണ്ട്. കസ് എന്ന് പറഞ്ഞ ഐറ്റം, അത് കുതിർത്തി എടുത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ നമ്മുടെ കാഷ്യൂ, അതും കുതിർത്തി എടുത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ നോർമൽ നമ്മളുടെ മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. മുളക് പൊടീൻ്റെ അത് ആവശ്യമില്ല, കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കാന്താരി ചില്ലി പൗഡറാണ്. അതാകുമ്പോഴത്തേക്കും ഒരു വൈറ്റ് ടൈപ്പ് ഓഫ് കറിയാണ് ഇത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ടിട്ട് റെഡാക്കണ്ട. ഓക്കെ, പാൻ ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് മീൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മീനിൽ യാതൊരുവിധ മസാലയും തേച്ചിട്ടില്ല, ഉപ്പ് പോലും തേച്ചിട്ടില്ല. ജസ്റ്റ് ഓയിലിൽ രണ്ട് സൈഡും ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, സമ്മതിക്കില്ല. മീൻ കഴുകിയെടുത്ത് വെള്ളം നന്നായിട്ട് ഊറ്റിയെടുക്കണം, അല്ലെങ്കിൽ ഇതേപോലെ തിളയ്ക്കും ആണ് കിട്ടിയത്. അതൊന്ന് ശ്രദ്ധിക്കുക. മീൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. ഒരു സൈഡായിട്ടുണ്ട്, ഞാൻ മറിച്ചിടുവാണ്. അയ്യോ, ഈ ഒരു പരുവത്തിൽ നമുക്ക് എന്തായാലും ഫിഷ് എടുക്കാം. ഇത്രയും മതി, ചെറുതായിട്ട് ഫ്രൈ ആയാൽ മതി. ഓക്കെ, നമുക്കിനി മീൻ നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി അതേ പാനിൽ അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ചെറിയ തീയിൽ വഴറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി ഇടാം. ഇതിലേക്ക് നമുക്ക് ഈ പച്ചമുളക്, ഒരു 3 പച്ചമുളക് എടുത്തിരുന്നത്, അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. ഇതൊന്ന് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കിനി ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചേക്കുന്ന കാഷ്യൂ ഇടാം. നമ്മൾ കുതിർത്തി വെച്ചിരുന്ന കസ്കസ് അത് നമ്മളിതിലേക്ക് ഇടുവാണ്. ഇതൊരു തിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ ആഡ് ചെയ്യുന്നത്. സാധാരണ ബിരിയാണിയിലൊക്കെ ആഡ് ചെയ്യാറുണ്ട് ഈ ഐറ്റം. നമുക്കിനി ഇത് നേരെ അരച്ചെടുക്കാം. ഓക്കെ, ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം. കറി വയ്ക്കാനുള്ള ചട്ടി എടുത്ത് അത് ചൂടായി അതിൻ്റെ അത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്.
അത് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ച നമ്മുടെ സ്പൈസസ് ഉണ്ടല്ലോ, ഇത് ഇതിലേക്ക് ഇടാൻ വേണ്ടി പോവാണ്. ഈ പെരിഞ്ജീരകം ഇങ്ങനെ ഇട്ട് കഴിക്കുന്നതിൽ താല്പര്യമില്ലാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊടി ഇട്ടാൽ മതി, പൊടികൾ ഇടുന്ന സമയത്ത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബേ ലീഫ് ഇടുന്നുണ്ട്. പച്ചയായതുകൊണ്ട് ചെറിയ പൊടിത്തറയൊക്കെ ഉണ്ടാവും. ഓക്കെ, കുരുമുളക്, ഗ്രാമ്പൂ, പട്ട ഒക്കെ ഇട്ടിട്ടുണ്ട്. ഏലക്ക, നമ്മുടെ പെരിഞ്ജീരകം, ദെൻ മുളക്, ഇത്രയും ഐറ്റം ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു മസാല ഉണ്ടല്ലോ അരയ്ക്കാൻ വേണ്ടി പോയത്, നല്ല തിക്കായിട്ട് നമ്മൾ അത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐറ്റം കേട്ടോ നല്ല തിക്കായിട്ട്, കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്, നല്ല തിക്കായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിതിലേക്ക് ഇടാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ അരച്ചോണമെന്ന് തിക്ക് ഗ്രേവി നമ്മളിതിലേക്ക് ഇട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതുവരെ നമ്മളിതിനകത്ത് ഉപ്പിട്ടില്ലായിരുന്നു. നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് തൈര്, ചെറിയ പുളിയുള്ള തൈര് ഇടാം, കുഴപ്പമില്ല. ഇപ്പം തന്നെ നല്ല റിച്ച് ആയിട്ടുള്ള സ്മെല്ലൊക്കെ കിട്ടുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. കളാം പൊളി, നല്ല എരിവുണ്ട് കേട്ടോ, വിചാരിച്ച പോലെയല്ല. കാണുമ്പോൾ കളറില്ലെങ്കിലും എരിവൊക്കെ ഇട്ട്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് നമ്മളുടെ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ്, ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഇടാൻ വേണ്ടി പോവാണ്. ഈ മസാലയൊക്കെ ഫിഷിൻ്റെ മേളിലേക്ക് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് തീ വളരെ കുറവ് മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല, എരിവ് ഞാൻ നോക്കിയിട്ട് ആവശ്യത്തിനുണ്ട്. എരിവ് മതിയില്ലെങ്കിൽ കുറച്ച് കാന്താരി മുളക് പൊടി ഇടാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ നല്ല എരിവുണ്ട്, അതുകൊണ്ട് അത് ഇടുന്നില്ല. നമ്മളിനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണേ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് റോസ് വാട്ടറും കൂടി ഇടുവാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഇത് മറ്റേ എന്താ പറയുക, റോയൽ ഫാമിലി ഫുഡാണ്, റിച്ച് ഫുഡ് ആയതുകൊണ്ട് ആഹാ അടിപൊളി. എന്നാ ലുക്കാ നോക്കി, എന്നാ മണമെന്നറിയോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം, ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ശരിക്കും നല്ല ബോയിൽ ചെയ്ത റൈസ് അതിൻ്റെയൊക്കെ ഒപ്പമാണ് ഇത് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്നത്. ആഹാ പൊളി. ഓക്കെ, അപ്പോൾ നമ്മളുടെ എന്താ പറയുക റോയൽ ഫുഡ്. അപ്പോൾ ഇത് ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ആയാൽ മതി. ഓൾറെഡി നമ്മൾ എന്താ പറയുക ചെറുതായിട്ട് ഫിഷ് ഫ്രൈ ചെയ്തതാണല്ലോ, പിന്നെ ഈ മസാല ഒന്ന് അതിലേക്ക് പിടിക്കുക, അതിൻ്റെ ടേസ്റ്റ് പിടിക്കുക എന്നുള്ളത് മാത്രം മതി. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക മുഗളായി ഫിഷ് കറി. മുഗൾ രാജവംശത്തിൻ്റെ പ്രൗഢി എടുത്തു പറയുന്ന ഒരു വിഭവമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മുഗളായി ഫിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. സംഗതി നല്ല അടിപൊളി ഐറ്റമാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. സ്മെല്ല് നിങ്ങൾക്ക് കിട്ടുമല്ലോ. എന്തായാലും സ്മെല്ല് മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ട്. അടിപൊളി സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല തിക്കായിട്ടുള്ള ആ ഒരു എന്താ പറയുക മസാല ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കിത് അപ്പത്തിലൂടെയും ചപ്പാത്തിയിലൂടെയൊക്കെ സൂപ്പറായിരിക്കും കേട്ടോ. ആഹാ പൊളി. അപ്പം ഇങ്ങനെയുള്ള അടിപൊളി ഐറ്റംസൊക്കെ നിങ്ങൾക്കും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്യണം. എന്നാലേ ഇങ്ങനത്തെ പുതിയ പുതിയ കിടുക്കിട് ഐറ്റംസൊക്കെ കിട്ടുള്ളൂ. ഓക്കെ, വേഗം ആയിക്കോട്ടെ. അപ്പോൾ വീണ്ടും കാണാം അടുത്ത വീഡിയോ. ടാറ്റാ, ബൈ ബൈ.